കൊച്ചി അവയവക്കടത്തിന്റെ മറവിൽ ലൈംഗിക പീഡനവും. യുവതിയുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് അന്വേഷണം തുടങ്ങി. അവയവക്കടത്ത് സംഘത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഇന്നലെ പിടിയിലായ സജിത് ശ്യാം എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. പ്രതി സജിത് ശ്യാമിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. വൃക്കക്കച്ചവടം നടത്തിയ യുവതിയാണ് പീഡനത്തിനിരയായത്. പണം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് അന്വേഷണം തുടങ്ങി. എന്നാൽ നെടുമ്പാശ്ശേരി അവയവക്കടത്തുമായി ഈ കേസിന് ബന്ധമില്ലെന്നാണ് എറണാകുളം റൂറൽ SPയുടെ പ്രതികരണം. ഇന്നലെ പിടിയിലായ സജിത്തും സാബിത്തും തമ്മിൽ കോടികളുടെ സാമ്പത്തിക ഇടപാട് നടന്നെന്നാണ് കണ്ടെത്തൽ. അത് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല. പക്ഷേ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നല്ല കുറച്ച് ക്ലൂ ഉണ്ട്, കുറേ ഇൻഫർമേഷൻ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി. സാബിത്തിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ആവശ്യമെങ്കിൽ ബംഗളൂരുവിലും ഹൈദരാബാദിലും പരിശോധന നടത്തും. കേസന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറുന്നതിൽ ഇനിയും തീരുമാനമായിട്ടില്ല. അവയവക്കടത്ത് സംഘത്തിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. പരാതിക്കാരെ കണ്ടെത്താനുള്ള ശ്രമവും ഊർജിതമാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.